നമസ്കാരം. ബാംഗ്ലൂരിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD CJ റോയിയുടെ മരണം അത് ആത്മഹത്യയല്ല, ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണത്. സർക്കാർ സ്പോൺസേഡ് കൊല, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് റോബറി ആൻഡ് മർഡർ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ആൻഡ് ഇൻകം ടാക്സ് IT, EDയും ITയും ഈ പട്ടാപ്പുകൾ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ കയ്യാളുകളാണ്. ഈ ദുരന്ത കഥ ഇനിയും തുടരും BJP നാട് ഭരിക്കുന്നിടത്തോളം. BJP കൊന്നതാണ്. ബാംഗ്ലൂരിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ CJ റോയിയെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ്. അത് കൊലപാതകം തന്നെയാണ്. ഇപ്പോൾ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ഞെട്ടൽ അനുഭവപ്പെടുന്നു എന്നാണ് കേട്ടത്. ഒരുപാട് പ്രമുഖന്മാർ അവർക്ക് അവരുടെ സുഹൃത്ത് നഷ്ടപ്പെട്ടു, സിനിമാക്കാർക്ക് അവരുടെ സുഹൃത്ത് നഷ്ടപ്പെട്ടു, വ്യവസായികൾക്കും അതുപോലെ എല്ലാവർക്കും ഞെട്ടലുളവാക്കിയ സംഭവം. ഇനി കൂടെ ഞെട്ടേണ്ടി വരും. ഈ ദുരന്തം ഇനിയും ആവർത്തിക്കും. രാജ്യത്തുള്ള വമ്പൻ വ്യവസായികളെ ഇങ്ങനെയുള്ള കയ്യാളുകളെ ഉപയോഗിച്ച് വലിയ സമ്മർദ്ദത്തിലകപ്പെടുത്തി കൊള്ളയടിക്കുക, വേട്ടയാടുക. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പാരമ്പര്യമില്ല, ആയതുകൊണ്ട് തന്നെ അവരുടെ പൈസയുമില്ല. സാമ്പത്തിക ബലമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ബലം എന്നറിയാവുന്ന ഗുജറാത്തികൾ 2 പേര്, അമിത്ഷായും നരേന്ദ്രമോദിയും കണ്ടെത്തിയ വഴികളാണിത്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുക. നാട്ടിലെ തെരുവ് ചട്ടമ്പികളുടെ പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി മാന്യന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പോയി അവർക്ക് അന്നത്തേക്കുള്ള വക ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക. ബോംബെയിലേക്കും ഓരോ ഗല്ലികളിലുണ്ടായിരിക്കും ഇതുപോലത്തെ ഓരോ ഗുണ്ടകൾ. ബിക്രോളി കൃഷ്ണനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഗുണ്ട പോകുമ്പോൾ അടുത്ത ആൾ വരും, അത്രയേ ഉള്ളൂ. ഇവിടെ BJPയുടെ ഈ നാണം കെട്ട കളിയുടെ ഇരകൾ പലതും രക്ഷപ്പെട്ടു പോയി. അവർക്ക് വേണ്ടുന്ന കപ്പം കൊടുക്കുന്ന പോലെ കൊടുത്ത് പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ പലരും ഈ കുരുക്കിൽ അകപ്പെട്ടിട്ടുണ്ട്. അവരെന്നേക്കുമായി തകർന്നു പോയിട്ടുമുണ്ട്. പൈസ ഉണ്ടാക്കുന്നത് ഒരു കലയാണ്, എല്ലാവർക്കും കഴിയില്ല. അതിന് IAS പഠിച്ച് IPS പഠിച്ച് MA എടുത്ത് CA എടുത്തുകൊണ്ടൊന്നും ഒരാൾ പണക്കാരനാവില്ല. അതൊരു കലയാണത്, അതൊരു ടാക്ടിക്സാണ്, തന്ത്രമാണത്. പക്ഷെ ഇന്ന് കേരളത്തിലൊരു സ്വഭാവം, അല്പം തലയെടുപ്പ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഉയർച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഉയർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും കള്ളനാണ്. ഇദ്ദേഹം ബിൽഡറായിരുന്നു, റിയൽ എസ്റ്റേറ്റ് വ്യവസായം ഉണ്ടായിരുന്നു, സിനിമാ നിർമ്മാതാവായിരുന്നു.
ഇന്ത്യയിലും വിദേശത്തും അദ്ദേഹത്തിന് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും വെറുമൊരു വ്യവസായി എന്നതിലുപരി നമ്മുടെ യൂസഫ് അലി സാഹിബിന്റെ പോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, ജോലി കൊടുത്തും അല്ലാതെയും. അങ്ങനെ അദ്ദേഹം സാവകാശം അസാമാന്യമായിട്ടുള്ള പഠിപ്പിൻ്റെ ഉടമയാണ്. ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമാണ് അദ്ദേഹം പഠിച്ചത്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ സ്വദേശിയാണ്, പക്ഷേ ഇന്നറിയപ്പെടുന്നത് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പമെന്നാണ്. പക്ഷെ വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. ചിരിയങ്കണ്ടത്ത് ഫാമിലി, അത് കുന്നംകുളത്തുകാരാണ് അവർ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഇൻകം ടാക്സിൻ്റെയും ഇ ഡിയുടെയൊക്കെ ഭീഷണിയുടെ നിലവിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. കഴിഞ്ഞ ഒരു മാസമായിട്ടില്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബാംഗ്ലൂരിലെ ഭൂമി അദ്ദേഹം വിറ്റു. വളരെ കാലങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പം അതിൻ്റെ വില വളരെയധികം കൂടുതലായി. 700 കോടി രൂപയ്ക്കാണ് വിറ്റത്. ആ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ വിവിധ സംരംഭങ്ങൾ അത് തുടങ്ങാനുള്ള പ്രൊപ്പോസലുമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാജ്യത്തെല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണത്. ഭാരതീയ ജനതാ പാർട്ടി, സംഘപരിവാർ, ഭാരതീയ ജനതാ പാർട്ടി അവരവരുടെ പാർട്ടിയെ വലുതാക്കാനും പാർട്ടി അംഗങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ വേറെ തൊഴിലൊന്നുമില്ലല്ലോ, കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തികം ഉണ്ടാക്കാനും നടത്തുന്ന അത്യധികം മ്ലേച്ഛതരമായിട്ടുള്ള കളിയാണിത്. പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവരവിടെയുള്ള സംരംഭകരെ ഒക്കെ സമീപിച്ച് അവർക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് നടത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് തടസ്സമാകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ ചോദിക്കും, കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡീക്കേഡുകളുടെ ഒരുപാട് സമയം വേണം. പക്ഷെ അതിനില്ലാതാക്കാൻ വേണ്ടി കുറെ കല്ലുകൾ കയ്യിലുണ്ടായാൽ മതിയല്ലോ എറിഞ്ഞുടയ്ക്കാൻ. ആയതുകൊണ്ട് തന്നെ ഈ നക്കാപ്പിച്ചക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഈ വൃത്തികെട്ട കളിയുടെ എല്ലാ രാഷ്ട്രീയക്കാരും ചെറിയ തോതിൽ, പക്ഷേ BJPയുടെ ബിസിനസ് അതാണ്, ഒരു സ്ഥിരം പരിപാടി അതായിട്ട് മാറിക്കഴിഞ്ഞു. അത് കൊടുക്കാൻ തയ്യാറാത്ത ആളുകൾ നമ്മുടെ അമ്പലക്കമ്മിറ്റിക്കാർ പിരിവിന് വരും. അവർ പിരിവിന് വന്ന് കൊടുക്കുന്ന പിരിവല്ല, ചോദിക്കുന്ന പിരിവ്. അവർ വന്നിട്ട് പറയും, ഞങ്ങൾക്കൊരു 10 പാട്ട വെളിച്ചെണ്ണ വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എണ്ണ വാങ്ങിച്ചു തരണം. അപ്പോൾ അവിടുത്തെ വീട്ടിലെ കാരണവർ പറയും, അതൊന്നും എന്നെ കൊണ്ട് കഴിയൊന്നുമില്ല കേട്ടോ, ഞാനൊരു 100 രൂപ തന്നേക്കാം, വേണേ വാങ്ങിച്ചോ. ഉടനെ തന്നെ അവർ പറയുന്നൊരു വാക്കുണ്ട്, തൻ്റെ 100 രൂപയൊന്നും വേണ്ട, താൻ ദേവിയോടാണ് കളിക്കുന്നതെന്ന് ആലോചിച്ച് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ദേവനോട്. ഭീഷണിയാണ്. സ്വാഭാവികമായിട്ട് അയാൾ പേടിച്ചില്ല, അയാളുടെ ഭാര്യയെ പേടിക്കും. ഭാര്യ പിന്നാലെ കൊണ്ടുപോയിട്ട് 10 പാട്ട എണ്ണ കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ ഞങ്ങൾക്ക് പൈസ തരാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് EDയോടാണ്, നിങ്ങൾ കളിക്കുന്ന IT-യോടാണ്. ഇതാണ് ഭീഷണി. ആ ഭീഷണി വെറും ഭീഷണിയല്ല, പിന്നെ റെയ്ഡാണ്. ഇപ്പോൾ സ്ഥിരം റെയ്ഡാണ് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം സ്ഥിരം റെയ്ഡാണ്, തമിഴ്നാട്ടിലടക്കം. റെയ്ഡ് ഒരു സ്ഥിരം പരിപാടിയായി, റെയ്ഡ് പാർട്ടിയായി. BJP റെയ്ഡ് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന സ്വത്തുകൾ അതിനൊരു പുതിയ പേരിടും, കള്ളപ്പണം, കള്ളനോട്ട്, അല്ലെങ്കിൽ കള്ളപ്പണം.
അല്ലെങ്കിൽ വിദേശ പണം, രേഖകളില്ല, അതെല്ലാം തട്ടിമാറ്റി കൊണ്ടുപോകും. പലരോടും അവർ ചോദിക്കുന്നത്, അവരൊരു കണക്കിടും, ഇയാൾക്കൊരു 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ 1,000 കോടി ചോദിക്കാം. തമിഴ്നാട്ടിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പണക്കാരൻ്റെ അവിടെ ഒരു സുപ്രഭാതത്തിൽ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ നിറച്ച ആളുകളാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, എല്ലാം ഉണ്ട്. ഞാനോട് ചോദിച്ചാൽ എന്താ അവിടെ സംഭവിച്ചത്, അയാൾ മരിച്ചോ എന്നറിയുള്ളൂ, പ്രായമായിട്ടുള്ള ആളാണ്. അല്ല, എന്താ പറയുക, അല്ല സ്വാമിജി, ഒക്കെ ED റെയ്ഡ് നടക്കരുത്. അയാൾ അവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ട് പോയി, എന്താ സംസാരിച്ചതെന്ന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് ഇവിടെ ഇരിക്കുന്ന പൈസ, തരില്ല. 500 കോടിയാണ് ചോദിച്ചത്, കൊടുത്തില്ല. റെയ്ഡ് സ്വാഭാവികമാണല്ലോ, റെയ്ഡ്. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ്, എല്ലാ പണവും കള്ളപ്പണം. കണ്ടെടുത്തത് 1000 കോടി രൂപ. പക്ഷെ അയാൾ വിട്ടില്ല. അയാൾ നയാ പൈസയ്ക്ക് പോലും വഴങ്ങിയില്ല, കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് എപ്പോഴാണ് തീരുക? ഒരു 1/4 നൂറ്റാണ്ടെങ്കിലും പിടിക്കുമല്ലോ, അപ്പോഴേ അയാൾ മരിച്ചു പോകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഓരോ കുട്ടികൾക്ക് പോലും അറിയാം, ഇവിടുത്തെ ഈ സംഘപരിവാറിൻ്റെ ആളുകൾ സംഘികളും സംഘിണികളും എതത്തിറക്കം വന്നാൽ പോലും അവർ പറയുന്നത് ഞങ്ങളുടെ EDയെ വിളിക്കുമെന്ന് ഭീഷണിയാണ്. അത്രത്തോളം നില താഴ്ന്നു പോയി. കൊലയാളി സംഘങ്ങളായിട്ട് അതപ്പതിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ കളികൾ ഇന്നലെ ആരംഭിച്ചാൽ നേരത്തെ ഈ സർക്കാർ കളികൾ നേരത്തെയുണ്ട്. ഇവരത് വളരെ കുറച്ചുകൂടി മനോഹരമായിട്ട് വലിയ രൂപത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് മാത്രം. നമ്മളൊക്കെ മറന്നുപോയൊരു കഥയുണ്ട്. രാജംപിള്ള കൊല്ലത്തുകാരനാണ്. അച്ചാണി രവി ഉണ്ടായിരുന്നു, ജനറൽ പിക്ചേഴ്സിൻ്റെ. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. ബിസ്ക്കറ്റ് രാജാവ്. ബ്രിട്ടാനിയ മുഴുവൻ അദ്ദേഹം സ്വന്തമാക്കി. അവസാനം കള്ളക്കേസിൽ കുടുക്കി, ജയിലിലിട്ടു. വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രമേഹവും പ്രഷറും ഉണ്ടായിരുന്നു. മരുന്ന് കൊടുത്തില്ല, കൊന്നു. ജയിലിലിട്ട് കൊന്നു. 30 വർഷമായി. അത്തരം വേട്ടകൾ വളരെ മനോഹരമായിട്ട് നടത്തുന്നവരാണ് ഇപ്പോൾ BJPക്കാർ. നാണം കെടാനും മാനം കെടാനും കാല് പിടിക്കാനും ചെരുപ്പ് നക്കാനും തയ്യാറില്ലാത്ത ആളുകളുടെ ഗതി ഇനി ഇതാണ്. കടലിൽ ചാടി ചാവുക, അല്ലെങ്കിൽ കെട്ടി തൂങ്ങുക, തോക്കുണ്ടെങ്കിൽ വെടിവെച്ച് മരിക്കുക സ്വയം. ഇനി അതേ പറ്റൂ. ഇന്ത്യയിൽ ബിസിനസ് നടത്തിക്കോളൂ, ഇന്ത്യയിൽ താമസിക്കരുത്. താമസിച്ചു കഴിഞ്ഞാൽ പിടിക്കും. ഏതായാലും കാലങ്ങളെ കൊണ്ട് താൻ ഉണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം, കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അതെടുക്കണോ ഇതെടുക്കണോ അങ്ങോട്ട് പോകണോ, കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ വെച്ച് ഒരു വാലിയക്കാരനെ പോലെ ചോദ്യം ചെയ്യുക, ദിവസങ്ങളോളം ചോദ്യം ചെയ്യുക. അവിടെയുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരന് വേണ്ടുന്ന അവർക്ക് സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇവരെ മുമ്പിൽ തുറന്നു കാണിക്കണം. നാണം കെടണം, നട്ടെല്ല് വളയ്ക്കണം, പാദനമസ്കാരം നടത്തണം. അതിന് താല്പര്യമില്ലാത്ത അന്തസ്സും ആഭ്യാത്യവും തറവാടിത്തവും തന്തയ്ക്ക് പിറന്ന അവസ്ഥയുള്ള ആളുകൾ അവരവസാനം ഇതാണ് ചെയ്യുക. ഒന്നിനോ അങ്ങോട്ട് പിടിവെക്കുക, അല്ലെങ്കിൽ സ്വയം പിടിവെക്കും.
കാലങ്ങളെ കൊണ്ട് കെട്ടിപ്പടുത്തി ഉയർത്തിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തകർന്ന് കാണുമ്പോൾ ആരായാലും ഇതൊക്കെ ചെയ്യും. ആയതുകൊണ്ട് തന്നെ ഇതിനെ ആത്മഹത്യ എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റില്ല. കൊല തന്നെയാണ്, കൊല തന്നെയാണ്, കൊലപാതകം തന്നെയാണ്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം തന്നെ, BJP സ്പോൺസേഡ് കൊലപാതകം തന്നെ. നാട് ഭരിക്കുന്ന BJP തമ്പരാക്കന്മാര്, മോഡി അമിത്ഷാ മുതൽക്ക് ഇങ്ങോട്ട് നാട്ടിലെ ലോക്കൽ തമ്പരാക്കന്മാർ വരെ അവർ മുമ്പിൽ പ്രാതപ്രണാമം നടത്തണം, വണങ്ങണം, കപ്പം കൊടുക്കണം. അത് ചെയ്തവരുണ്ട്. നമ്മളുടെ 2020 സ്ഥാപക നേതാവ് കിറ്റെക്സ് സാബു ജേക്കബ് ചോദിച്ച പണം കൊടുത്തു, കപ്പം കൊടുത്തു, ശരി നീ അങ്ങോട്ട് പോയിക്കോ. അയാൾക്ക് പച്ചക്കടലാസ് നൽകി രക്ഷപ്പെടുത്തി. അതിന് മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ പോയി തൂങ്ങി ചത്തേക്കണം. ഒരു ചൊല്ലുണ്ട്, ജലാരി നൃപചോരേഷു. പണം കെട്ടെടുക്കാൻ വരുന്ന ജലമായിരിക്കും പ്രളയം വരുമ്പോൾ. കള്ളമ്മ ശത്രുക്കളായിരിക്കും. അരി, ജലാരി, ചോരഭ്യ, ചോരന്മാർ, കള്ളന്മാർ വന്ന് കെട്ടെടുത്ത് കൊണ്ടുപോകും. പിന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്, രാജാക്കന്മാർ, നാട് ഭരിക്കുന്നവർ. അതാണ് ഇപ്പം കാണുന്നത്. മത്തങ്ങ മുറിക്കാതെ കുരു എടുക്കാൻ പറ്റുമോ? ഒരു രാജാവ് തൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ്, പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യമാണ്. മത്തങ്ങ മുറിക്കാതെ കുരു എടുക്കാൻ പറ്റുമോ? മന്ത്രി കുറെ ആലോചിച്ചു. പറ്റും, അർത്ഥം മനസ്സിലായി. അദ്ദേഹം നാട്ടിലെ കൊച്ചു കൊച്ചു തമ്പരാക്കന്മാർക്ക്, പാറായികൾക്ക്, അവർക്കെല്ലാവർക്കും ഒരേ പദവികൾ നൽകി. മേനോൻ, കർത്താവ്, കൊല്ലിനും കൊലയ്ക്കുള്ള അവകാശം നൽകി, എല്ലാവർക്കും വാള് നൽകി, മുദ്ര പോലെ. അവർ നാട്ടിൽ നടന്ന അവിടുത്തെ പാവങ്ങളെ മുഴുവൻ കൊല്ലാക്കൊല ചെയ്ത് അവരുടെ പൈസ മുഴുവൻ ഊറ്റിയെടുത്തു. കുറെ അവരനുഭവിച്ചു, ബാക്കി രാജാവിന് കൊടുത്തു. ആളുകൾ എന്ത് പറഞ്ഞെന്നറിയാമോ? ആ രാജാവ് എത്ര നല്ലവനാണ്, പക്ഷെ ഇവന്മാരാണ് നമ്മളെ തകർക്കുന്നത്. പുറകിലെ ചരട് വലിക്കുന്ന ആരാ? രാജാവ്. അതാരെങ്കിലും അറിയുന്നുണ്ടോ? അപ്പം എന്തായി? മത്തങ്ങ മുറിക്കാതെ കുരു എടുത്തു എന്നർത്ഥം. ജനങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല, അവരെ മുറിവേൽപ്പിച്ചില്ല. പക്ഷെ പുറകിൽ നിന്ന് ചരട് വലിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇവരെ കൊല്ലാക്കൊല ചെയ്യിച്ചു. ഇതാണിപ്പോൾ ഈ ED, ഈ IT ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഇര കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD CJ റോയ്. നാളത്തെ ഇര ആരായിരിക്കും? കാത്തിരിക്കാം. ചെറുപ്പമാണ്, 19-6 വയസ്സേ ആയിട്ടുള്ളൂ. ആരോഗ്യ ദൃഢഗാത്രൻ, സുന്ദരൻ. അകാലത്തിൽ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാടിന് മുമ്പിൽ ആദരാഞ്ജലികൾ നേരാം. അതല്ലേ നമുക്ക് കഴിയുള്ളൂ.